നേരെ കണ്ണൂരിലേക്കാണ്. 65 വർഷത്തിലേറെ പഴക്കമുള്ള കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പഴയ കെട്ടിടം അപകട ഭീഷണിയിലാണ്. പൊളിച്ചു മാറ്റാനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ച് 1.5 വർഷമായിട്ടും അധികാരികൾക്ക് കുലുക്കമില്ല. കെട്ടിടം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും നിത്യേന 100 കണക്കിന് രോഗികളാണ് കെട്ടിടത്തിന് കീഴിലൂടെ കടന്നുപോകുന്നത്. അപകട ഭീഷണി കാരണം ഒഴിവാക്കിയ കെട്ടിടത്തിൽ ഓക്സിജൻ കൗണ്ടറും സഹകരണ സ്റ്റോറും പ്രവർത്തിപ്പിച്ച് ജനങ്ങളുടെ ജീവനെ വെല്ലുവിളിക്കുകയാണ്. ആതുരാലയത്തിന് നടുവിലെ ഭാർഗവി നിലയം പോലെയാണ് ഈ പഴയ കെട്ടിടത്തിന്റെ ഇന്നത്തെ അവസ്ഥ. അർജുൻ കല്യാട് ചേരുകയാണ് അവിടെ നിന്നും. അർജുൻ, ഇപ്പോൾ ഇവിടെ ആളുകളൊന്നും രോഗികളൊന്നും ഇല്ലെങ്കിലും അവർക്ക് കടന്നു പോകുന്ന ഒരു വഴിയായിരിക്കുമല്ലോ ഇത്. അപ്പോൾ ഇതൊരു അപകട ഭീഷണിയായി തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല, ഇതിനെക്കുറിച്ചൊക്കെ രോഗികൾക്ക് കൃത്യമായി അറിയുമോ? ഇപ്പോൾ കോട്ടയത്തെ ഒരു അവസ്ഥ തന്നെ നമുക്കറിയാമല്ലോ. ആ ഒരു കെട്ടിടം ഇത്രത്തോളം വലിയ ഭീഷണിയിലാണെന്നൊക്കെ അറിയുമെങ്കിൽ ബിന്ദുവിനെ പോലുള്ളവർ അത് ഉപയോഗിക്കുമായിരുന്നില്ല. ഒരു ബോർഡ് പോലും അവിടെ എഴുതി വെച്ചിരുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ കൃത്യമായ മുന്നറിയിപ്പുകളൊക്കെ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ആളുകൾക്ക് അറിയുമോ? അർജുൻ. റോഷ്നി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഭാർഗവി നിലയത്തിലാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അല്ലെങ്കിൽ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം എനിക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടം മാത്രം കണ്ടാൽ മതി ഇത് എത്രമാത്രം പഴകിയ കെട്ടിടമാണ് എന്ന് തെളിയിക്കാൻ. കാരണം ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ മരം വരെ കിളിർത്തു വന്നു, എന്നിട്ടും ഈ കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് എത്രമാത്രം ഭീകരമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ ഒരു മാലിന്യ കൂമ്പാരത്തിന് നടുവിലാണ്. ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റിയിട്ടുള്ള പല വേസ്റ്റുകൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള ആശുപത്രിയിലുള്ള പല ഈ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടിങ്ങനെ ഡംപ് ചെയ്യുകയാണ്. ഇത് ഏതെങ്കിലും മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ നടുവിൽ നിന്ന് ഞാൻ ലൈവ് ചെയ്യുകയല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. പ്രേക്ഷകർ ദയവ് ചെയ്ത് അക്കാര്യങ്ങൾ പ്രത്യേകം തന്നെ ഓർമ്മിക്കണം. ഇത് ഞാൻ സംസാരിക്കുന്നത് ജില്ലാ ആശുപത്രിയിലെ ഒരു കെട്ടിടത്തിൻ്റെ നടുവിൽ നിന്നാണ്. ഇതിൻ്റെ വലതും ഇടതും ഒക്കെ ഭാഗങ്ങളിൽ രോഗികൾ താമസിക്കുന്ന സ്ഥലമാണ്, നിത്യേന രോഗികൾ എത്തുന്ന സ്ഥലമാണ്. നേരത്തെ പറഞ്ഞ 65 വർഷം പഴക്കമുള്ള കെട്ടിടം ഈ കാണുന്നതാണ്. ഇത് പൊളിച്ചു മാറ്റാനുള്ള തീരുമാനമെടുത്തിട്ട് വർഷങ്ങളായി, 2 വർഷത്തോളമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. റോഷ്നി, ഈ കെട്ടിയ കയറാണ് ഇവിടെയുള്ള മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതായത് തുറക്കരുത് എന്നുള്ളതിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ കെട്ടിയ കയറാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ നാട കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും അഴിച്ചു മാറ്റാൻ വേണ്ടി കഴിയും. അല്ലാതെ ഒരു മുന്നറിയിപ്പും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയില്ല. ഇവിടെ ഇങ്ങനെ ചില ബോർഡുകളൊക്കെ ഇന്നലെയോടുകൂടി പ്രത്യക്ഷപ്പെട്ടു എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ വരാന്തകളിലൂടെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗികളെ കൊണ്ടുപോയതാണ്. അതായത് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇത് പുതിയ ബ്ലോക്കാണ്. ഒരു കാര്യം നമ്മൾ ഈ പറയുമ്പോൾ ലൈവ് സംപ്രേഷണം ചെയ്യുമ്പോഴും ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കാം. ഇതിന് പുറകിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പുതുതായി പണി കഴിപ്പിച്ചിട്ടുണ്ട്. പുതുതായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുങ്ങുന്നുണ്ട്. നല്ല കാര്യം തന്നെ. പക്ഷേ അതേസമയം ഈ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നിന്നും കാഷ്വാലിറ്റി ഭാഗത്തേക്കോ അല്ലെങ്കിൽ മറ്റ് ബ്ലോക്കുകളിലേക്കോ ഒക്കെ രോഗികളെ കൊണ്ടുപോകുന്നത് ഇതുവഴിയുള്ള റാമ്പിലൂടെ രോഗികളെ സ്ട്രക്ചറിൽ ഉൾപ്പെടെ വീൽ ചെയറിൽ ഉൾപ്പെടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്നലെ വരെ ഇന്ന് ഇതുവഴി കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ടാണ് അത്രയും സ്ട്രെസ് ചെയ്ത് തന്നെ പറയുന്നത്. ഇന്നലെ വരെ രോഗികളെ കൊണ്ടുപോയിരുന്നത് ഈ കാണുന്ന വരാന്തയിലൂടെയാണ്. ഇവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ആ ഇടതുഭാഗത്തു കൂടി ഒരു റാമ്പുണ്ട്. ആ റാമ്പ് കടന്ന് വേണം രോഗികളെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുപോയത്. ഈ കാണുന്ന ബോർഡ് ഇന്നലെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപകട സാധ്യതയുള്ള കെട്ടിടം, പ്രവേശനം നിരോധിച്ചിരിക്കുന്നു, ഉപയോഗിക്കാത്ത കെട്ടിടം എന്നുള്ള ഈ ബോർഡ് ഇവിടെ സ്ഥാപിച്ചത് ഇന്നലെ മാത്രമാണ്. അതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, അതായത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവം ഉണ്ടായി, അതിനുശേഷം അത് വാർത്തയായി. അതിനെല്ലാം മുൻപ്, അതായത് മിനിഞ്ഞാന്ന് വരെ സഹകരണ സ്റ്റോർ പ്രവർത്തിച്ചത് ഇതേ ബിൽഡിങ്ങിലാണ്. സഹകരണ സ്റ്റോർ എന്ന് പറയുമ്പോൾ ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന 100 കണക്കിന് രോഗികൾ ദിനം പ്രതി വന്നു പോകുന്ന ഒരിടമാണ്. ആ ഇടം ഇന്നലെ വരെ പ്രവർത്തിച്ചിരുന്നത് ഈ പറയുന്ന ഈ കെട്ടിടത്തിലാണ്. ഈ ഷട്ടറിട്ട ആ ഭാഗത്താണ്, അല്ലെങ്കിൽ ഇതിനുള്ളിലാണ് ഈ സഹകരണ സ്റ്റോർ പ്രവർത്തിച്ചത്. അതായത് ഈ ഉപയോഗിക്കാത്ത കെട്ടിടം എന്ന് ബോർഡ് വെച്ച സ്ഥലത്താണ് സഹകരണ സ്റ്റോർ പ്രവർത്തിക്കുന്നത്. എത്രമാത്രം ഭീകരമാണ്! ഇവിടത്തേക്ക് എത്തുന്ന ഏതെങ്കിലും ഒരു രോഗിയുടെ തലയിലേക്ക് കോൺക്രീറ്റ് കട്ടകൾ ഇടിഞ്ഞു വീഴില്ല എന്ന് ആർക്കാണ് ഉറപ്പ്? വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ എത്തുന്ന രോഗികളുടേതായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെയുള്ള സ്റ്റാഫുകളുടേതായിരിക്കാം. തൊട്ടടുത്ത് തന്നെ ഒരു ആംബുലൻസ്, അത് ഉപയോഗശൂന്യമായിരിക്കാം, പക്ഷേ തൊട്ടടുത്ത് കാറ് പാർക്ക് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇന്നലെ വരെ ഇവിടെ ഓക്സിജൻ കൗണ്ടർ, ഓക്സിജൻ്റെ സിലിണ്ടറൊക്കെ സൂക്ഷിച്ചിരുന്നത് ഈ പറയുന്ന, ഈ നേരെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഈ പറയുന്ന ഈ വാതിലിന് ഉള്ളിലായിരുന്നു. അതിപ്പോൾ ലോക്ക് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവിടെ 3 ഉദ്യോഗസ്ഥരുടെ പേര് നമുക്ക് എഴുതി വെച്ചതും കാണാം. ഇതിനകത്തായിരുന്നു ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ സൂക്ഷിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഇത് വാർത്തയാവുകയും രാവിലെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതിന് പിന്നിൽ ഈ ഓക്സിജൻ സിലിണ്ടറുകൾ ഇപ്പോൾ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിവെച്ചതും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ സ്ഥലത്തേക്ക്, അതായത് ഈ പറയുന്ന
കെട്ടിടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിവെച്ചത് കാണാൻ വേണ്ടി. ഇപ്പോഴേ ഇവിടെ നിന്നുള്ള രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ഒക്കെ നടന്നു പോകുന്നതും വാഹനങ്ങൾ പോകുന്നതും ഒക്കെ കാണാൻ വേണ്ടി കഴിയും. 1958 അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ AR മേനോൻ ശിലാസ്ഥാപനം നടത്തിയ അതിൻ്റെ സ്റ്റോണും കൂടി നമുക്ക് ഫൗണ്ടേഷൻ സ്റ്റോണ് കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് 65 വർഷം 58 ഇതിൻ്റെ ശിലാസ്ഥാപനം നടത്തിയെങ്കിലും ഏകദേശം 62 കൂടി ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റോഷ്നി, ഞാൻ എൻ്റെ അമ്മ പ്രസവിച്ച് ചികിത്സയിൽ കഴിഞ്ഞ കെട്ടിടം കൂടിയാണിത്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ ഞാൻ, അതായത് 28 വർഷങ്ങൾ മുൻപ് എൻ്റെ അമ്മ പ്രസവിച്ചപ്പോൾ കിടന്നിരുന്ന കെട്ടിടമാണ്. അന്നും ഇതിനേക്കാൾ അല്ലെങ്കിൽ ഇത്രത്തോളം തന്നെ ഭീകരമായിരുന്നു, ഇന്നും അത് ഇത്രത്തോളം ഭീകരമായിരുന്നു. കഴിഞ്ഞ ദിവസം അമ്മയോട് പോയി സംസാരിച്ചപ്പോഴാണ് അന്നും ഇതിങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം അമ്മയും പറഞ്ഞത്. അപ്പോൾ എത്രമാത്രം ഭീകരമാണ് ഇവിടുത്തെ സ്ഥിതി. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ സർക്കാരിലേക്ക് അനുമതി, ഈ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള അനുമതിക്ക് വേണ്ടി സമീപിച്ചു. പക്ഷേ സർക്കാർ ഇതിനകത്തുള്ള സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ആ കാര്യങ്ങൾ ഓരോന്നോരോന്നായി സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ നീണ്ടുപോയി പറഞ്ഞ് നടപടികൾ ഇങ്ങനെ വൈകി പോകുന്നു. കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ പഴകി ദ്രുവിച്ച് ഇങ്ങനെ ഇതേ ഈ കാണുന്ന അവസ്ഥയിൽ നിൽക്കുന്നു. അർജുൻ പറയുന്നത് പോലെ ഇത് മറ്റൊരു ഭാർഗവി നിലയം. അവിടെ മരങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കണ്ടില്ലേ? മ്യൂസിയം ഒക്കെ ആക്കാം. അർജുൻ പറഞ്ഞതുപോലെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു മാലിന്യ പ്ലാന്റ് ആക്കാം. ഏത് പദ്ധതികളിലേക്കും കടന്നു പോകാം. തമാശയല്ല ഇതൊന്നും. ഇതൊക്കെയാണ് ഇന്നത്തെ യാഥാർത്ഥ്യം.